ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നില്ലേ മധുരം കഴിക്കാൻ ഒരു ക്രേവിങ്സ് വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ 4 തരം പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പുഡിംഗ് നട്ടി ബ്രെഡ് പുഡിംഗ് ആണ്, രണ്ടാമത്തെ പുഡിംഗ് ബട്ടർ പുഡിംഗ് ആണ്, മൂന്നാമത്തേത് നവാബി സമായി എന്ന് പറഞ്ഞിട്ട് സേമിയ വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആട്ടോ, നാലാമത്തെ പുഡിംഗ് ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് ആണ്. അപ്പോൾ ഈ 4 പുഡിംഗ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ബ്രെഡ് നട്ടി പുഡിങ്ങിൻ്റെ തന്നെ. അപ്പം ബ്രെഡ് നട്ടി പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇതിൽ ഞാൻ ജലാറ്റിനോ ക്രൈനാഗ്രാസോ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജലാറ്റിനും അതിനൊക്കെ പകരമായിട്ട് തന്നെ ഇനി ഇതാ അത് നല്ല കലക്കി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം 3/4 ലിറ്റർ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടെ തന്നെ നമ്മൾ ഈ കലക്കി വെച്ച കൊക്കോ പൗഡറും കോൺഫ്ലോറും കസ്റ്റർഡ് പൗഡറും ഒക്കെ മിക്സ് ഇല്ലേ, അതുകൂടെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. കാരണം മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ ഇങ്ങനെ കുറുകി വരുന്ന സമയം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുറച്ചൊന്ന് കട്ട പോലെ ആയ കുഴപ്പമൊന്നുമില്ല. ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇരിക്കും തോറും ഇതൊന്ന് കുറുകി വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിക്ക് കലക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് പീസസ് എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ ട്രേക്ക് കണക്കായിട്ടുള്ള കുറച്ച് ബ്രെഡ് പീസസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുക്കുക. ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ട്രേക്ക് കണക്കാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ബ്രൗൺ പാർട്ടും അതുപോലെ നമ്മൾ ട്രേയിൽ വെക്കുമ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, കളയാതെ വെച്ചാൽ നമുക്ക് നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് വീഡിയോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി 1/4 കപ്പ് ബദാം എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഞാൻ കാഷ്യൂ നട്ട്സും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ബദാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 1/4 കപ്പ് തന്നെ കാഷ്യൂ നട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കാഷ്യൂ നട്ട്സും ബദാം നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നിലക്കടലുണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് 2 പിളപ്പാക്കി എടുത്താൽ മതി. നട്ട്സ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എടുക്കുന്ന ട്രേ ഏതാണോ അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ പീസസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് വെക്കുന്ന സമയത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് 2 ലെയറാക്കി ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്കൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് അടുത്ത ലെയർ ബ്രെഡ് വെക്കുള്ളൂ. ഇനി നമുക്ക് ഒരു പാനിലോട്ട് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര കാരമൽ ചെയ്യാൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ കാരമൽ ചെയ്തെടുക്കാൻ. ഇപ്പോൾ കണ്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി, ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, എന്നാൽ കുറച്ചൊന്ന് ക്രീമി ആയിട്ട് ഇരിക്കുകയും വേണം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം, സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് കട്ട പോലെ ഉണ്ടാവും. അത് പക്ഷേ അതങ്ങ് മെൽട്ടായിക്കോളും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് അതൊന്ന് മെൽട്ടാക്കി എടുക്കുക. ആ കട്ട കെട്ടിയതുപോലത്തത് കേട്ടോ, കരിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നട്ട്സുകളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബദാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മളെ നിലക്കടലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലായി വരും. അധികം അങ്ങ് ലൂസല്ല, എന്നാലും ഒരു തിക്കും അല്ലാത്ത ആ ഒരു ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. ആ രീതിക്ക് അതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ കസ്റ്റർഡിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ഈ ബ്രെഡ് പീസസിൻ്റെ മുകളിലോട്ട് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അതങ്ങ് കുതിരുന്ന രീതിയിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. കോഫി പിന്നെ പഞ്ചസാര മെൽട്ടായി വരുമ്പോൾ കോഫി പൗഡറും മെൽട്ടാക്കുന്നില്ല,
ആ സമയത്ത് നട്ട്സ് ഇടാതെ തന്നെ അതിൻ്റെ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് കുതിർത്തിയെടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അങ്ങനെ 2 ഓപ്ഷനിലുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്ത ഇതേ വഴി തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് കുതിർത്തിയതിന് ശേഷം രണ്ടാമത്തെ ലെയറായിട്ട് ബ്രെഡ് പീസസ് നേരത്തെ വെച്ച അതേ സൈസ് തന്നെ മുകളിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളെ ഈ കൊക്കോ പിന്നെ കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ഈ ബ്രെഡിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചിട്ട് സൈഡ് വശത്തൊക്കെ ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ നട്ട്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ അവിടെ ഇവിടെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് സെറ്റായതിന് ശേഷം വീണ്ടും നമുക്ക് ആ കൊക്കോ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഈ നട്ട്സുകളൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ബാക്കി ഒഴിച്ചു കൊടുക്കുള്ളൂ. ആ ഒഴിച്ചു കൊടുത്തത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഈ കസ്റ്റർഡ് കൊക്കോ മിക്സ് ഇല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ടോപ്പ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ അതൊക്കെ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും. ഞാൻ പിന്നെ ലെയർ ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ അടിച്ചെടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആ കൊക്കോ പൗഡർ ഇട്ട് കൊടുപ്പോൾ ഒന്ന് കട്ട കെട്ടിയതുപോലെ ഉണ്ടായിരുന്നല്ലോ ലെയർ ചെയ്യുമ്പോൾ. അത് ലെയർ ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷേങ്കിൽ ടോപ്പ് ലെയർ ചെയ്യുമ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്ക് ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്ന് സെറ്റായ സമയത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സെറ്റാവാതെ ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി പോകും കേട്ടോ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്നിങ്ങനെ പതുക്കെ അതിലുള്ള ബബിൾസൊക്കെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. മുകളിലൊന്നും വെക്കണമെന്നില്ല, താഴത്തെ ഭാഗത്ത് വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിൽ വെക്കണ്ട. കുറച്ച് സമയത്തിന് ശേഷം അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ആ നട്ട്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഏറ്റവും ടോപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സെറ്റായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കാണാനുള്ളൊരു ഭംഗിയും കഴിക്കുമ്പോഴും നമുക്കത് ലെയറായിട്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കൊള്ളിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. അതെന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ സെറ്റായി വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റാന്ന് വെറുതെ പറയല്ല, നമ്മൾ കസാട്ടയൊക്കെ കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ന്യൂ ഇയറിന് ഈ സ്പെഷ്യൽ പുഡിങ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാന്ന് വെറുതെ പറയല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടം, കസാട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതെന്ന് പറയുന്നില്ല, അത്രയും സോഫ്റ്റ് ആയിരുന്നു. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു പുഡിങ് ഉണ്ടാക്കണമെന്ന് കരുതിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ്. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പുഡിങ്ങാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പെരുന്നാളിന് ഈ നട്ടി ബ്രെഡ് പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി രണ്ടാമത്തെ പുഡിങ് നോക്കാം. നവാബി സമായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സേമിയ ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതൊരു വെറൈറ്റി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്, അതിൽ നിന്നൊരു 1/4 കപ്പ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഇതൊന്ന് കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ളൊരു സേമിയ ഉണ്ടല്ലോ, അത് തന്നെ എടുക്കാൻ നോക്കണേ. എന്നിട്ട് ഇത് നല്ല ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തത് വറുത്തതാണ്. വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതെന്തായാലും ഒന്ന് ബട്ടറിൽ കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു 1/4 കപ്പോളം ഞാൻ പിസ്തയാണ് എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നിലക്കടലയില്ല അതെടുക്കാം, ബദം എടുക്കാം, ഒന്നുമില്ലെങ്കിൽ കാഷ്നട്ടും എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 1/4 കപ്പോളം വരും കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നിലക്കടലയോ ബദോ ഏതായാലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പോളം കാഷ്നട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് കൊണ്ട് തന്നെ ഒന്ന് കട്ട കെട്ടിയതുപോലെ ഉണ്ടാവും. അപ്പോൾ അതൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല പൗഡർ പരുവത്തിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് 2 കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും പൊടിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം, അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കലക്കി മാറ്റി വെച്ച ബാക്കി പാല് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവും കൂട്ടി കൊടുക്കണം, പാൽപ്പൊടിയുടെ അളവും കൂട്ടി കൊടുക്കണം. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ആ പഞ്ചസാര ഇട്ടെങ്കിൽ ഒരു 5 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ പാൽപ്പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോൺഫ്ലോറിൽ, അപ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തെങ്കിൽ 6 ടേബിൾ സ്പൂണോളം, ഇതിലാണേ പറഞ്ഞത്, 6 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിലുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലേവറിന് എങ്ങനെ ഇഷ്ടം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതുപോലെ ഈ കോൺഫ്ലോർ നല്ല ആ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഈ കാഷ്യൂനട്ടും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പകുതി ചേർത്ത് കൊടുക്കാം. പകുതി ഇനിയും ആവശ്യമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ 2 കാര്യത്തിന് വേണം, അതിൽ ആദ്യത്തെ കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ കോൺഫ്ലോറിൻ്റെ റോ ടേസ്റ്റ് മാറിയതിന് ശേഷം വേണം ഇതിട്ടിട്ട് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അതങ്ങ് കുറുകി വല്ലാണ്ടങ്ങ് കുറുകിപ്പോവും, അങ്ങനെ ആവരുത്. നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം ഇതായി കിട്ടാൻ. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഫ്ലെയിമിൽ തന്നെ വെക്കരുത്, മാറ്റി വെക്കാം. ഇനി ചെറിയ പീസ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് ആൽമണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നീളത്തിലാണ് അരിഞ്ഞെടുത്തത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബദം ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. അതേ പാനിൽ തന്നെ ഇട്ട് വെക്കാതെ മാറ്റി വെക്കണം. അതുപോലെ എൻ്റേത് സേമിയ റോസ്റ്റഡ് സേമിയായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ സാധാരണ എടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എന്തായാലും ഈ ബട്ടറിൽ ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ എടുത്താലും കുഴപ്പമില്ലെന്ന് കേട്ടോ. സേമിയ എടുക്കുമ്പോൾ വറുത്തത് എടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് തന്നെ അത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ബാക്കി വെച്ച കാഷ്യൂവും ആ പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി സേമിയയുടെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചു കൊടുക്കുക. പാൽ കൂടിപ്പോവരുതേ, നമ്മൾ ഉപ്പുമാവിനും അല്ലെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേവിച്ചെടുക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അതൊരു ക്രിസ്പിനെസ് ഉണ്ടാവണം കേട്ടോ ഈ സേമിയക്ക്. അതാണ് ഈ ഡെസേർട്ടിൻ്റെ പ്രത്യേകത. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ചൂടോട് കൂടിയിട്ട് നമ്മൾ ഏത് ട്രേലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇതിൻ്റെ ഹാഫ് ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വന്ന സേമിയ ഇതേ പാനിൽ തന്നെ വെച്ചിരിക്കരുത്, അതിങ്ങനെ മുരിഞ്ഞ പോലെ ഇപ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട്. അപ്പോൾ നമുക്കതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒന്നിച്ച് കൂട്ടിയിടാതെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. സേമിയ ആയതുകൊണ്ട് തന്നെ ആ മധുരമൊക്കെ ചേരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്റ്റിക്കാൻ വഴിയുണ്ട്. അപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് ലെയറിന് വെച്ചതുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതിൽ പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം സെറ്റ് ചെയ്തെടുക്കാനുള്ള. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്രസ് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതില്ലാതെ എങ്ങനെയെങ്കിലും പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സ്റ്റിക്കായി വന്നല്ലോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ക്രീം ഉണ്ടല്ലോ, ആ മിൽക്കിൻ്റെത്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ബാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, സെൻറ്ററിൽ ലെയറാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ആൽമണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനും ഈ ലെയറിൽ തന്നെയാണ് ഈ ആൽമണ്ട് ഇട്ട് കൊടുക്കുന്നത്, അത് ബാക്കി വെക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ഇടരുത്, അതിൽ നിന്ന് ബാക്കി വെക്കണം. അത് നമുക്ക് ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഇടാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ലെയറിൽ ബാക്കി വെച്ച സേമിയ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് അതിലെന്തെങ്കിലും ഒരു കട്ട പോലെ തോന്നുകയാണെങ്കിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ശേഷം വേണം സെറ്റ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയായിട്ട് നിൽക്കും കേട്ടോ, കംപ്ലീറ്റ് പെർഫെക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് കംപ്ലീറ്റ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ആ പാത്രം തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്യരുത്, അന്നേരം ആ ക്രീം മുകളിലേക്ക് വന്നിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബാക്കി വെച്ച പിസ്ത ഉണ്ടല്ലോ, സെക്കൻഡ് ലെയറിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൽ കൂടുതലും വെക്കണം കേട്ടോ, അപ്പോഴാണ് ഭംഗി മുകളിൽ കാണുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെയാണോ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സൈഡ് വശത്തും അതിൻ്റെ സെൻറ്റർ ഭാഗത്തും മാത്രമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. മാക്സിമം ഒരു ഓവർനൈറ്റ് എങ്കിലും വെക്കുന്നതാണ് ഇതൊന്ന് സെറ്റായി കിട്ടാൻ നല്ലത് കേട്ടോ.
ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആയിരുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, കഴിയുമെങ്കിൽ ഒരു ഓവർനൈറ്റെങ്കിലും വെക്കാൻ. അപ്പോഴാണ് ഇത് നല്ല സെറ്റായി വരാൻ കേട്ടോ. പിന്നെ സേമിയ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി കുറച്ച് സമയം ഒന്ന് പുറത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ലൂസായി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ അതിൽ നിന്ന് എടുത്തപ്പോൾ നല്ലൊരു ക്രീമി, അതിൻ്റെ കൂടെ തന്നെ ഈ ക്രിസ്പി ആയിട്ടുള്ള സേമിയയും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് വെറുതെ പറയല്ല. നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം. മോനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത്. നോമ്പിനൊക്കെ നമ്മൾ കസ്റ്റർഡ് കൊണ്ടൊരു മധുരം കഴിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ക്രീമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിന് പകരമായിട്ടൊക്കെ ഇതുണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ. നിങ്ങളൊരു ഓവർനൈറ്റൊക്കെ വെച്ചാൽ നമുക്ക് പണിയും എളുപ്പമാവും, ഉണ്ടാക്കാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റെസിപ്പി നോക്കാം. മൂന്നാമത്തെ പുഡിങ് ബട്ടർ പുഡിംഗ് ആണ്. ഇതും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുഡിംഗ് ആണ്. അപ്പോൾ ബട്ടർ പുഡിംഗ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ബട്ടർ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ക്യാഷും 1/4 കപ്പ് തന്നെ ബദവും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഓവർനൈറ്റൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി കേട്ടോ. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ലിറ്റർ പാലാണ് ഞാൻ പുഡിങ്ങിന് എടുക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 4 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ സൈഡ് വശത്തുള്ള, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം ഈ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 4 പീസ് എടുത്തത്. അപ്പോൾ നിങ്ങളൊരു സാൻഡ്വിച്ച് ബ്രെഡൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരു 2 or 3 മതിയാവും. പക്ഷേ അത് വലിപ്പം കൂടുതലല്ലേ സാൻഡ്വിച്ച് ബ്രെഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ആ ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇത് കണ്ടോ, കട്ട് ചെയ്തപ്പം കണ്ടോ ചെറിയ ആ ബ്രൗൺ പാർട്ടൊക്കെ പോയപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ ഞാനൊന്ന് കുതിർത്തിയതിന് ശേഷം മെൽട്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 3 or 4 സ്ട്രോബെറി, ഇതില്ലേ ഓപ്ഷനല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഓപ്ഷനലായിട്ട് പറയുന്ന കാര്യമാണ്. അതിനൊരു പിങ്കിഷ് കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു 3 or 4 എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ തണ്ടൊക്കെ അങ്ങ് പോക്കിയതിന് ശേഷം ഒന്ന് നന്നായി കഴുകി ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാനൊന്ന് പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ബട്ടറിൻ്റെ ആ യെല്ലോ കളർ മതിയെങ്കിൽ പുഡിങ്ങിന് അങ്ങനെ ചെയ്താൽ മതി. ഇതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൈനാപ്പിളൊക്കെ പഞ്ചസാരയിലൊന്നും മൂപ്പിച്ചെടുക്കുന്നില്ലേ ഫലൂദയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ, അപ്പോൾ അതുപോലെ ഒന്ന് പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുക്കേണ്ടതുണ്ട് ഇത്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളത് കേട്ടോ. അത് കളർ കൊടുക്കാൻ വേണ്ടി മാത്രം ഇത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ നിങ്ങൾ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടത് ആ പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സ്ട്രോബെറിയിൽ ചെറിയൊരു പുളിരസം ഉള്ളതല്ലേ. അപ്പം ഡയറക്റ്റ് പാലിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയിട്ട് പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴേക്ക് ഇത് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു ബദമൊക്കെ. അപ്പം ബദത്തിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതും നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ബദവും നമ്മളെ സ്ട്രോബെറിയൊക്കെ ഒന്നിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നമ്മളെ ഈ സ്ട്രോബെറിൻ്റെ ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയല്ലേ ഉള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാം. ആ പാനിൽ കുറച്ച് പാലുകൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ കണ്ടോ ഒരു പിങ്കിഷ് കളറായത്, അതുകൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ നോക്കാം. അത് തന്നെ നോക്കിയാൽ മതി. കാരണം നമ്മൾ ബട്ടർ പുഡിംഗ് അല്ലേ, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോഴേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വെള്ളം അതൊക്കെ അബ്സോർവ് ചെയ്യുമല്ലോ എന്തായാലും, ചൈന ഗ്രാസ് ഒന്ന് അബ്സോർവ് ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് അതങ്ങ് മാറ്റി കൊടുത്തു കേട്ടോ. ഇനി 1 ലിറ്റർ പാലിൽ ബാക്കിയുണ്ടല്ലോ കസ്റ്റർഡൊക്കെ കലക്കിയതിൻ്റെ, അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കസ്റ്റർഡ് കലക്കിയത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം നമ്മൾ വെക്കുമ്പോൾ അത് അടിവശത്ത് പോയിട്ട് ഒന്നുകൂടെ കട്ട കെട്ടി നിൽക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ കലങ്ങി കിട്ടും. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 3 or 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് നിങ്ങൾക്ക് പാൽപ്പൊടി നല്ല കട്ടിയിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി മാത്രമാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. കാരണം അത് ഒന്ന് തണുത്ത് വരുമ്പം മധുരം ഒന്ന് കുറയാൻ വഴിയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് മധുരം കുറയും. അപ്പോൾ അതുകൊണ്ട് പാൽപ്പൊടി ചേർക്കുന്നതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ പഞ്ചസാരയുടെ അളവ് 4 ടേബിൾ സ്പൂൺ മാത്രമാക്കി കുറച്ചത് കേട്ടോ. ഇനി പാലിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പഞ്ചസാര പാൽപ്പൊടി മാത്രമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര മതി. അതുപോലെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കൂടെ തന്നെ ഒരു 10 ഗ്രാമോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ബട്ടർ പുഡിംഗ് ആകുമ്പോൾ കുറച്ച് ഏറെ മുന്നിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പീസ് എടുത്തത് കേട്ടോ. ഇത് അൺസാൾട്ടഡ് ബട്ടറല്ല, സാൾട്ടഡ് ബട്ടറാണ്. അൺസാൾട്ടഡ് ബട്ടർ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി കട്ട് ചെയ്ത ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, ആ ബട്ടർ ഒന്ന് മെൽട്ടായതിന് ശേഷം അതുകൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ആ സ്ട്രോബെറിയുടെയും കാഷ്യൂവും ബദമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാനുള്ളത്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് മെൽട്ടാവണം എന്ന് നിർബന്ധമില്ല ബ്രെഡ് പീസസ്. അപ്പോൾ അതേ സമയം തന്നെ നമ്മൾ മെൽട്ടാവാൻ വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബ്രെഡൊക്കെ ഇട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമല്ലോ, ആ സമയത്ത് ഡയറക്റ്റ് പിന്നെ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തന്നെ കുറുക്കിയെടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇപ്പുറത്തെ അടുപ്പിലങ്ങ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ആ ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഇതങ്ങ് ഈ നമ്മുടെ പാലും നട്ട്സൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വല്ലാണ്ട് തണുക്കണ്ട, എന്നാൽ അധികം മിക്സിയുടെ ജാറിൽ ഒഴിക്കാൻ പറ്റിയ ചൂടിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്മൂത്തായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറിയൊരു ട്രേയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ പിസ്ത ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് എന്താണോ നിങ്ങൾ ഗാർണിഷ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. കാരണം ഇപ്പോൾ ഒഴിച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അങ്ങ് അടിഭാഗത്തേക്ക് അങ്ങ് താണു പോകും. ഇപ്പോൾ ലിക്വിഡ് ഫോമിലല്ല ഉള്ളത്, അപ്പോൾ ഒന്ന് സെറ്റായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നല്ല. അപ്പോൾ ഒരു ക്ലീൻ റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രീസറിലല്ലേ വെച്ച് കൊടുക്കട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം, അധികം അങ്ങ് തണുത്തിട്ടില്ല, ഒന്ന് തണുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് ഗാർണിഷ് ചെയ്യുന്നത് എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ട്രേയിൽ, അതേപോലെ തന്നെ വലിയ ട്രേയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിസ്ത തന്നെ വേണമെന്നില്ല, കാഷ്യോ അതല്ലെങ്കിൽ കടലൊക്കെ ഇല്ലേ, നമ്മളെ സാധാരണ നിലക്കടല, അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ ഒന്നുകിൽ ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇല്ലേ, അത് ഒന്ന് ചെറുതായിട്ട് തേങ്ങ ചിരകിയത് കുറച്ച് നന്നായി ചെറുതാക്കി ചിരകിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. വലിയ ട്രേയിൽ ഒഴിച്ചതും നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല എന്താ പറയുക, നല്ല ക്രീമി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കുക. ബട്ടർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. പിന്നെ നട്ട്സൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ വേണമെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുക കേട്ടോ. ഇത് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. ഇനി 4ാമത്തെ പുഡിങ് ബ്രെഡ് കസ്റ്റർഡ് പുഡിങ് തന്നെ. ഈ ബ്രെഡ് കസ്റ്റർഡ് പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു 1/4 കപ്പോളം ബദം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഒരു 1/4 കപ്പ് പാലിലോട്ട് 4 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഇത് ഞാൻ മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഈ മിൽക്ക് പൗഡർ പിന്നെ കലക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും വേറൊരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാല് ഈ കസ്റ്റർഡ് പൗഡർ കലക്കാനും എടുക്കാം. മിൽക്ക് പൗഡർ കലക്കിയതും ഞാൻ ഈ പാലിൽ നിന്ന് തന്നെ കേട്ടോ. ഇതും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. അങ്ങോട്ട്
അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 6-7 ബ്രെഡ് പീസസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നേരെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇതേപോലെ പകുതിയാക്കണം എന്നില്ല കേട്ടോ, ഡയറക്റ്റ് ആ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ആ സൈഡ് വശത്തുള്ള ബ്രൗൺ പാർട്ട് മാത്രം കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഇല്ലേ ഈ ബ്രെഡിന്റെ ഈ ബ്രൗൺ പാർട്ട് കളയണ്ട കേട്ടോ, നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ബ്രെഡ് ടോസ്റ്ററിലോ അതല്ലെങ്കിൽ ഒരു തവയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ടില്ലേ ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും. പിന്നെ നമുക്ക് വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ചെറിയൊരു പീസ് ബട്ടർ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് മെൽട്ടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ഈ ബദയില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. വല്ലാണ്ടങ്ങ് ഹാർഡായി പോകരുത്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ. വീണ്ടും അതേ പാനിൽ തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട്. കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽട്ടായി വരെ വേണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ചെറിയൊരു പീസ് ബട്ടർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാനിലോട്ട്. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ 1/4 കപ്പിന്റെ പകുതി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ടും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതും ഒന്ന് മെൽട്ടായി വരുമ്പോൾ അതും പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇത്ര ആയാൽ മതി, ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബാക്കി വെച്ച പാലുണ്ടല്ലോ 1 ലിറ്ററിന് നമ്മൾ കസ്റ്റർഡ് കലക്കിയതും മിൽക്ക് പൗഡർ കലക്കിയിട്ടൊക്കെ ബാക്കിയുള്ള പാലുണ്ടല്ലോ അത് മുഴുവനായിട്ട് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാൽ ഒഴിച്ചപ്പോൾ തന്നെ ആ പാൽപ്പൊടി കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ, ക്ലിപ്പ് മിസ്സായി പോയി കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലക്കി വെച്ച കസ്റ്റർഡ് ഉണ്ടല്ലോ അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, കാരണം അതിങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. മിക്സ് ചെയ്തതിന് ശേഷം ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചതിന് ശേഷം കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ വഴിയുണ്ട്. കസ്റ്റർഡും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഉള്ളതല്ലേ. ഇനി വാനില എസൻസ് 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം, ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ, അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം. കസ്റ്റർഡ് ക്രീം തണുത്ത് വരുമ്പോഴേക്ക് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ബ്രെഡ് പീസസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വരട്ടെ. ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മളിതാ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. അല്ലാണ്ടങ്ങ് കളർ മാറണ്ട കേട്ടോ. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഈ പുഡിങ് നമുക്ക് ഇതുപോലെ ടോസ്റ്റ് ചെയ്യാതെ ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ബേസ് നോക്കുമ്പോൾ ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ ലെയറിനുള്ളത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അതിൻ്റെ സൈഡ് വശം മാത്രം കളഞ്ഞിട്ട് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് ഇതാ നമ്മൾ മാറ്റിവെച്ച കസ്റ്റർഡ് ഉണ്ടല്ലോ അത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഇരിക്കുന്നതോറും ഒന്ന് കുറുകി വരുന്നു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട കെട്ടിയ പോലെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ സ്പൂണോ വെച്ച് ഒന്ന് നന്നായിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഏത് പുഡിംഗ് ട്രേയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ആദ്യം തന്നെ കസ്റ്റർഡ് മിൽക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിക്കണേ. എന്നിട്ട് വേണം ബ്രെഡ് പീസസ് ഇതിൽ വെച്ച് കൊടുക്കാൻ. നമ്മൾ ടോസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ക്രീം കസ്റ്റർഡ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ ലെവലും ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് അടക്കി വെച്ച് കൊടുക്കാം. ഇതേപോലെ പീസസ് ആക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രെഡിൻ്റെ ആ 4 സൈഡും ആ ബ്രൗൺ പാർട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ അങ്ങ് അടക്കി വെച്ച് കൊടുത്താൽ മതി. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണല്ലോ, അതിന് വേണ്ടി അങ്ങനെ പീസാക്കി വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് പീസസിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ കസ്റ്റർഡ് ക്രീം ഉണ്ടല്ലോ അത് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കസ്റ്റർഡ് ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച തേങ്ങ ചെറുകിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും ഈ കസ്റ്റർഡ് ക്രീമും ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ തേങ്ങ ബട്ടറിൽ സോട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത് അതുകൂടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കിയെടുക്കാം. മുഴുവൻ ഇട്ട് കൊടുക്കണ്ട, ഇതും കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ആൽമണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആൽമണ്ടിന് പകരം പിസ്ത വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് ഇട്ട് കൊടുക്കാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആൽമണ്ട് തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ കസ്റ്റർഡ് ഒഴിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് പീസസ് ഇതുപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. തേങ്ങ ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ആൽമണ്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ലെയറിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. എത്ര ലെയർ വേണം നിങ്ങൾ ട്രേക്ക് അനുസരിച്ചിട്ടുള്ള ലെയർ സെറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ 3 ലെയർ ആക്കിയിട്ട് തന്നെ ആ ബ്രെഡ് പീസസ് വെക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്യാരറ്റും തേങ്ങയും ആൽമണ്ടും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ബ്രെഡ് പീസസ് ഇതുപോലെ ഒന്ന് അടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ട്രേ ചെറുതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ 3 ലെയറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കഴിയുന്നതും 2 ലെയർ മതി. ആ പരന്നൊരു ട്രേ ഉണ്ടല്ലോ, അതാവുമ്പോൾ രണ്ട് ലെയറിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ. എൻ്റെത് പിന്നെ കുറച്ച് കുഴിയുള്ള ആ ടൈപ്പായിരുന്നു ട്രേ കേട്ടോ, പുഡിംഗ് ട്രേ. അതുകൊണ്ടാണ് 3 ലെയർ വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആ പരന്ന ട്രേ ആണെങ്കിൽ 2 ലെയറിൽ തന്നെ അത് അധികമാണ് കേട്ടോ. ഇനി ഏറ്റവും മുകളിലായിട്ട് കസ്റ്റർഡ് ക്രീം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. നമ്മൾ ഫസ്റ്റ് ലെയറിൽ എന്താണെന്ന് ചെയ്തത് അത് തന്നെ അങ്ങ് അവസാനം വരെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ ഈ പുഡിങ് ചെയ്തെടുക്കാൻ. ഇനി അതായത് മുകളിലോട്ടായിട്ട് ആ കസ്റ്റർഡും തേങ്ങയും ക്യാരറ്റും ആൽമണ്ടും ഒക്കെ ഇങ്ങനെ ഇതുപോലെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രീസറിൽ വെക്കരുത്. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിക്കോളും. നമ്മൾ ആ കസ്റ്റർഡ് തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് സെറ്റായി വരുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റാം. അരമണിക്കൂർ ആയപ്പോഴേക്ക് ഇതാ പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ബ്രെഡ് പുഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടുതൽ സമയമൊന്നും ഫ്രിഡ്ജിൽ വെക്കേ വേണ്ട. നമുക്കില്ലേ ഒരു അതിഥികൾ വരുന്നതെന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്ര ഈസി ആയിരുന്നു പുഡിങ്. ഞാൻ ഏകദേശം 1-2 വർഷം മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുഡിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അന്ന് ചെയ്യുമ്പോൾ ഞാൻ ക്യാരറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ക്യാരറ്റൊക്കെ ഒന്ന് ചേർത്ത് അത് ചെയ്തപ്പോൾ ഒന്നുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സബ്സ്ക്രൈബർ എന്നോട് പുഡിങ് ഇനിയും ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ 4 പുഡിങ്ങും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരാം. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.